ദേശാധിപനായ ഏറ്റുമാനൂരപ്പന്റെ തിരുവുത്സവത്തിന് മുന്നോടിയായി നടന്ന കടപ്പൂരുകരക്കാരുടെ കുലവാഴ സമർപ്പണ ചടങ്ങുകളുടെയും വിളിച്ചുചൊല്ലി പ്രാശ്ചിത്തത്തിന്റെയും ഭക്തിസാന്ദ്രവും മനോഹരവുമായ ദൃശ്യങ്ങളും ഐതിഹ്യവുമാണ് ശ്രീചക്രത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ. നാടിന്റെ സമർപ്പണമാണ് ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടപ്പൂര് കരയിലായിരുന്നു ഏറ്റുമാനൂരപ്പന്റെ ആറാട്ട് നടന്നിരുന്നതാണ് വിശ്വാസം. അന്നത്തെ ജലദൗർബല്യം മൂലം അത് അന്നത്തെ രാജാവ് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പേരൂരിലേക്ക് ആറാട്ട് മാറ്റുകയായിരുന്നു. അതിൻ്റെ സ്മരണ പുതുക്കുന്നതിനും കടപ്പൂര് ദേശം മുഴുവൻ തന്നെ ഏറ്റുമാനൂരപ്പൻ്റെ അധീന ഭൂമിയാണ്. കടപ്പൂര് കരക്കാരുടെ ഏറ്റുമാനൂരപ്പനോടുള്ള ഒരു ആത്മബന്ധം പുതുക്കുന്നതിന് വേണ്ടിയിട്ട് കരക്കാർ കൂടി നിശ്ചയിച്ചതാണ് ഈ കുലവാഴ കരിക്കിൻകൊല കരിമ്പ് ഘോഷയാത്ര. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റിന്റെ തലേദിവസമാണ് കടപ്പൂര് കരക്കാരുടെ വകയായി പ്രസിദ്ധമായ കുലവാഴ സമർപ്പണ ചടങ്ങുകൾ നടന്നുവരുന്നത്. കാലങ്ങളായി കടപ്പൂര് നിവാസികൾ അവരവരുടെ വീടുകളിൽ നട്ടുവളർത്തിയ കുലവാഴ, കരിക്കിൻകുല, കരിമ്പ് തുടങ്ങിയ കാർഷിക വിഭവങ്ങളുമായി രഥഘോഷയാത്രയായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി ഏറ്റുമാനൂരപ്പന് സമർപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. ഇത് ജനബാഹുല്യം കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏറ്റുമാനൂരപ്പന് കടപ്പൂര് കരക്കാരുടെ ഉത്സവത്തിനുള്ള ആദ്യത്തെ കാണിക്ക ഞങ്ങളുടെ നാട്ടിൽ നിന്നുമാണ് ഇന്ന് ഇവിടെ സമർപ്പിച്ചത്. ഏറ്റുമാനൂരപ്പൻ്റെ തിരുനടയിൽ ഞങ്ങൾ ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞു. വയല, ഞർലപ്പുഴ, വെമ്പള്ളി, കളത്തൂര്, കാണക്കാരി, വാറ്റുപുര, വള്ളിക്കാട്, കാളികാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കുലവാഴകളും വഹിച്ചുകൊണ്ടെത്തിച്ചേരുന്ന ചെറുഘോഷയാത്രകൾ കടപ്പൂര് ദേവീക്ഷേത്ര സന്നിധിയിൽ സംഗമിക്കുന്നു. തുടർന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മഹാഘോഷയാത്രയായി ക്രാരൂർ കൊട്ടാരത്തിൽ കാണിക്കയർപ്പിച്ച് മാളോല, ഒളുക്കാല, ക്ലാമറ്റം, വള്ളിക്കാട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര തവളക്കുഴി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. തവളക്കുഴിയിൽ നിന്നും താലപ്പൊലിയുടെയും നാടൻ കലാരൂപങ്ങളുടെയും വാദ്യഘോഷമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രനഗരിയെ വലം വെച്ച് ആറാട്ടു മണ്ഡപത്തിലൂടെ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കുന്നു. ക്ഷേത്ര കൊടിമരച്ചുവട്ടിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ഉപദേശക സമിതി പ്രതിനിധികളും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് കുലവാഴകളും കരിമ്പ്, കരിക്കിൻകുലകളും ഏറ്റുവാങ്ങുന്നു. തുടർന്ന് കരക്കാർ ഉത്സവത്തിനായി ദേശക്കാണിക്ക തിരുനടയിൽ സമർപ്പിച്ച് വിളിച്ചുചൊല്ലി പ്രാശ്ചിത്തം നടത്തുന്നു.
പ്രായശ്ചിത്തം ഇതാണ്. അലയോ പരമേശ്വര, ഞങ്ങളുടെ ഈ സമർപ്പണം സ്വീകരിക്കണം. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. അടുത്ത വർഷത്തേക്കുള്ള തിരുവുത്സവത്തിന് ഈ കുലുവാഴ ഘോഷയാത്രയ്ക്ക് ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയും ബുദ്ധിയും ധനവും തന്ന് സഹായിക്കണം, അതിനുള്ള അനുമതി നൽകണം എന്നാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അടുത്ത വർഷത്തെ ഘോഷയാത്ര നടത്തിപ്പിനായി അനുമതി വാങ്ങി ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തതോടെ ഈ വർഷത്തെ കുലവാഴ സമർപ്പണ ഘോഷയാത്ര മംഗളകരമായി പൂർത്തിയായി.